ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏത്തപ്പഴമൊക്കെ വാങ്ങിയാലേ അവസാനം ഇതേ ഒന്ന് രണ്ടെണ്ണമൊക്കെ ബാക്കി വരുമ്പം ഇതുപോലെ കറുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ എല്ലാവർക്കും ഒരു മടിയാണ് അല്ലേ. നന്നായിട്ട് പഴുത്തു പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പഴം കളയാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വെറൈറ്റി കേക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ്. അതിനകത്തുനിന്ന് ഇതുപോലെ ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി, അതായത് ഒരു ചെറുപഴത്തിൻ്റെ സൈസിൽ വരുന്ന അത്രയും പഴം ഒന്ന് മാറ്റി വെച്ചു. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററിൽ അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള പഴം ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഒരുപാട് കനം കുറയേണ്ട, എന്നാൽ ഒത്തിരി തിക്നെസ്സും വേണ്ട, ഒരു മീഡിയം കനത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പഴം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ സമയത്ത് തന്നെ ഒരു ദോശ പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെക്കുകയാണ്. ഇത് ഫ്രൈയിങ് പാനിലാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഈ ദോശ പാനിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഈ ദോശ പാൻ ഒന്ന് ചൂടാവട്ടെ. അടുത്തതൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബേക്കിംഗ് സോഡയും പൗഡറും ഒക്കെ മാവിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. അടുത്തതൊരു മിക്സി ജാർ എടുത്തിട്ട് 1/2 കപ്പ് പഞ്ചസാര, ഒരു 2 ഏലക്ക തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കയ്ക്ക് പകരം വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പഞ്ചസാര പൊടിച്ചു. അതിനകത്തേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും നമ്മൾ എടുത്തു വെച്ച ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറുപഴത്തിൻ്റെ സൈസിൽ വരുന്ന അളവിലുള്ള ഏത്തപ്പഴമാണേ. അപ്പോൾ അതെല്ലാം കൂടി നല്ല പോലെ അരച്ചത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും. അതിനകത്തേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദ കുറച്ചായിട്ട് ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. എപ്പോഴും കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ പറയുന്ന പോലെ മൈദ ചേർക്കുമ്പം പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് കട്ടിയായിപ്പോവും. പിന്നെ ഈ മൈദ എല്ലാം ചേർത്ത് കഴിയുമ്പം മാവ് ഒത്തിരി കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിനകത്ത് പാലൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ മിക്സ് ചെയ്യുമ്പം അഥവാ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് ഫ്രൈയിങ് പാനിലാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ താഴെ കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒരു 1.5-2 ടീസ്പൂണോളം പഞ്ചസാര ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. ഓക്കെ, പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടം പോലെ. അതിൻ്റെ താഴെ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ സൈസിനനുസരിച്ച്, ആ ഒരു വലിപ്പത്തിനനുസരിച്ച് ചിലപ്പം പഴം കൂടുതലോ കുറവോ ഒക്കെ ആയിരിക്കും വേണ്ടി വരുന്നത് കേട്ടോ. അതിനൊരു കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പിന്നെ പഴം ഇതുപോലെ വട്ടത്തിന് അരിയുന്നതിന് പകരം നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് അതിങ്ങനെ നിരത്തി വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഒക്കെ ഇഷ്ടം പോലെയാണ്, ഏതൊരു ഡിസൈനിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ പഴം എല്ലാം നിരത്തി വെച്ചു. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. മാവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസും ആവരുത്, ഒത്തിരി കട്ടിയും ആവരുത്. ഈ ഒരു പരുവത്തിലായിരിക്കണം. അതിങ്ങനെ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ താഴെ നമ്മൾ നിരത്തി വെച്ചിരിക്കുന്ന പഴമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാത്ത രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ പതുക്കെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചൂടാവാനായിട്ട് ദോശപ്പാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഫ്രൈയിങ് പാൻ, ബാറ്റർ ഒഴിച്ച ഫ്രൈയിങ് പാൻ വെച്ച് കൊടുക്കും. നേരിട്ട് വെച്ച് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ടാണ് ഈ ദോശ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ബേക്ക് ചെയ്യുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം. പക്ഷേ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന പാനിൻ്റെ സൈസിനനുസരിച്ചൊക്കെ ചിലപ്പം സമയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കേക്ക് എനിക്ക് കറക്റ്റ് 25 മിനിറ്റിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. പഴം കാരമലൈസ്ഡ് ആയതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. പാകത്തിനായി കഴിയുമ്പോൾ സൈഡിലൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ നിറം പോലെ ഉണ്ടാവും. പിന്നെ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഈർപ്പമില്ലാതെ നല്ല ഡ്രൈ ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇതിനെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാം.
ഓക്കെ, തണുത്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെ ആദ്യം സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇളകി വരും കേട്ടോ. അടിയിലൊന്നും പിടിക്കില്ല. നമ്മൾ ഇതിനകത്ത് എണ്ണയോ ബട്ടറോ ഒന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഒന്ന് ഇളക്കിയിട്ട് ദാ ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് അതിനകത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അടിപൊളിയല്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റ് കളറൊക്കെയാണ്. ഒട്ടും തന്നെ ആ പഞ്ചസാരയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. പഞ്ചസാര കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമാണേ. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു മിക്സി ജാറും ഫ്രൈങ് പാനും മാത്രം മതി നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ. പിന്നെ സാധാരണ ഒരു ബനാന കേക്കിൻ്റെ ടേസ്റ്റും അല്ല കേട്ടോ. കാരമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏത്തപ്പഴമൊക്കെ വരുമ്പം സൂപ്പർ ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.